പേര് ബീന, ജില്ലാ പ്രോഗ്രാം മാനേജർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കൊല്ലം. കേരളത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 2023-24 സാമ്പത്തിക വർഷം നടപ്പിലാക്കുന്ന ഒരു നൂതന പദ്ധതിയാണ് ധീരം കരാട്ടെ പ്രോജക്റ്റ്. കേരളത്തിലെ 14 ജില്ലകളിലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 30 പേർക്ക് വീതമാണ് ഇത്തരത്തിലുള്ള പരിശീലനം കൊടുക്കുന്നത്. നമുക്കറിയാം, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് സ്വയം പ്രതിരോധ പരിശീലനങ്ങൾ നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ശാരീരികമായിട്ട് അവരുടെ ശേഷി വർദ്ധിക്കുകയും ഒപ്പം മാനസികമായിട്ട് ഇത്തരം പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ളൊരു ആർജവം നമ്മുടെ സ്ത്രീകളിൽ രൂപപ്പെട്ടു വരികയും ചെയ്യുന്നുണ്ട്. ജില്ലയിൽ നമ്മുടെ ഈ ഒരു പരിശീലനം ആരംഭിക്കുന്നതിന് മുൻപായിട്ട്, ജില്ലയിൽ നമ്മുടെ പരിശീലനം കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ സംസ്ഥാന തലത്തിൽ 1 മാസം നീണ്ട റെസിഡൻഷ്യൽ പരിശീലനമാണ് മാസ്റ്റർ ട്രെയിനേഴ്സിന് ലഭിച്ചിട്ടുള്ളത്. അപ്പം അവരവിടെ തന്നെ നിന്ന് ആ പരിശീലനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. അതുപോലെ തന്നെ ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ ജില്ലയിലെ വിവിധ CDSകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആൾക്കാരാണ്. അപ്പം ദൂരെ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇവർക്ക് വേണ്ടുന്ന യാത്രാബദ്ധയും അതുപോലെ തന്നെ യൂണിഫോം അടക്കം കുടുംബശ്രീ ഇവർക്ക് നൽകുന്നതാണ്. ഫ്രീ ആയിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഈ മാസ്റ്റർ ട്രെയിനേഴ്സ് ഇവർ നന്നായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം നമ്മുടെ ഒരു ഞാനെല്ലാം മിക്കവാറും പോകാറുണ്ട്, പരിശീലനം നടക്കുന്ന സ്ഥലങ്ങളിൽ മിക്കവാറും പോകാറുണ്ട്. പക്ഷേ ഏറ്റവും ഭംഗിയായിട്ട് തന്നെയാണ് ഇവർ ആ പരിശീലനം കൊടുക്കുന്നത്. പക്ഷേ ഇവരുടെ ഒരു ലീഡർഷിപ്പിൽ നടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് തൈക്കോണ്ടോയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. 5th സ്റ്റാൻഡേർഡിലാണ് തൈക്കോണ്ടോ പഠിക്കുന്നത്. 6th സ്റ്റാൻഡേർഡ് ആയപ്പോഴത്തേക്കും ഞാൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഏകദേശം +1 +2 വരെ സായിൽ തന്നെയാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. അതിനുശേഷം പിന്നെ +2 കഴിഞ്ഞു, പിന്നെ ഡിഗ്രി കഴിഞ്ഞു. അത് ഈ +2 തുടങ്ങിയപ്പോഴേ ഞാൻ പഠിപ്പിക്കാൻ പോയി തുടങ്ങുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങി. +2 തുടങ്ങിയ സമയം തൊട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് തൈക്കോണ്ടോ ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. തൈക്കോണ്ടോയിൽ 4th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്, ഇൻ്റർനാഷണൽ റഫറിയാണ്. പിന്നെ NISൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഡിപ്ലോമ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെയാണ് നമ്മുടെ കുടുംബശ്രീ, ഞാൻ കുടുംബശ്രീ അംഗമാണ്. അതിനുപരി ഞങ്ങളുടെ കുടുംബശ്രീയിലെ സെക്രട്ടറിയാണ്, ADS മെമ്പറാണ്. അങ്ങനെയാണ് ഈ ധീരം പദ്ധതിയെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. അപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ഇതിന് നമ്മുടെ സ്റ്റേറ്റിലേക്ക് പോയി. സ്റ്റേറ്റ് ലെവലിലേക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു, ഒരു 1 month ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ, പക്ഷേ അപ്പോഴത്തേക്കും പിന്നീട് ഇത് കരാട്ടയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ നമുക്ക് കരാട്ടെ, ജൂഡോ, തൈക്കോണ്ടോ എല്ലാ ഗെയിമുകളെയും ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇവർ ഈ പ്രോഗ്രാം ചെയ്തത്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൊല്ലം ജില്ലക്കാരാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് ഇവിടത്തേക്ക് ട്രെയിനറായിട്ട് വന്നത്. ഇവിടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ, ജില്ലാ പ്രോഗ്രാം മാനേജർ ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നീട് ക്ലാസ്സുകൾ 30 പേരെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. നിലവിൽ ഇപ്പോൾ 27 പേരേ ഉള്ളൂ. 2-3 പേര് അറിയാമല്ലോ, പ്രാക്ടീസിൻ്റെ ഒരു എഫക്റ്റ് കാരണം 2-3 പേര് കൊഴിഞ്ഞു പോയതാണ്. 30 പേര് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 പേര് കൊഴിഞ്ഞു പോയി. ബാലൻസ് 27 പേര് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പൊതുവേ ലേഡീസിന് ഇത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാരണം വീട്ടിലിരിക്കുന്ന, ഇതിപ്പം നമ്മൾ കുടുംബശ്രീ യൂണിറ്റുകളിലെ ചേച്ചിമാരെ കൊണ്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നത്. നമ്മൾ കുടുംബശ്രീയിൽ നിന്ന് എല്ലാ കാര്യങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിലും, കുടുംബശ്രീ വഴിയാണ് എല്ലാ പ്രോഗ്രാമുകളിലേക്കും വരുന്നതെങ്കിലും, പക്ഷേ ഇങ്ങനൊരു സെൽഫ് ഡിഫെൻസ് സ്കീമിലേക്ക് വരാൻ ആർക്കും അത്രയ്ക്ക് ഇങ്ങോട്ട് കയറി വരാൻ ഇച്ചിരി പാടായിരുന്നു. ഒരുപാട് പഞ്ചായത്തുകൾ ഒരുപാട് വട്ടം ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഇത്രയും ആൾക്കാർ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളെക്കാളും ഭയങ്കര ടാലൻറ്റഡാണ് അവർ, നമ്മളെക്കാളും നന്നായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പം കണ്ടിന്യൂ ചെയ്ത് വരുന്നു. നമ്മളിപ്പോൾ March 8-ന് നമുക്കൊരു പ്രോഗ്രാമുണ്ട്. അത് വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് ആ പ്രോഗ്രാം ഉള്ളത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സ്റ്റേറ്റ് മിഷനും കൂടിയാണ് നമുക്ക് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. നമ്മൾ അവിടുന്ന് ക്യാമ്പ് കഴിഞ്ഞ് വന്നു. ഇപ്പോൾ ഇവിടെ ജില്ലാ മിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. ആദ്യമേയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇവർക്ക്. കാരണം കാല് പൊക്കാനും ഒന്ന് ഓടാനും നടക്കാനും ഒക്കെ ഇച്ചിരി സ്പീഡിൽ ഓരോ കാര്യങ്ങൾ സ്പീഡ് വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ബ്ലോക്കും പഞ്ചസും ഒക്കെ പഠിപ്പിക്കുമ്പോഴാണെങ്കിൽ പോലും കിക്കിലേക്കൊക്കെ ആണെങ്കിലും ആദ്യം അവർ മാറി നിൽക്കുമായിരുന്നു. പക്ഷേ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്ത്, ഞങ്ങൾ രണ്ടുപേരും ചെയ്ത് കാണിച്ചു കൊടുത്ത് ഞങ്ങളുടെ ഒപ്പം എന്താ പറയുന്നത്, ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് ആ റിലേഷൻ ആകാതെ ഞങ്ങളൊരു എന്താ പറയുന്നത്, ഒരു ഫ്രണ്ട്സ് പോലെ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒരു ഇച്ചിരി കൂടെ എനിക്ക് തോന്നുന്നു അവർക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവർ. ആദ്യം വന്ന ആൾക്കാരെ അല്ല, ഭയങ്കര മാറ്റമാണ്. ഇവർക്കിപ്പം നന്നായിട്ട് പോയൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഇതിലെത്തിയിട്ടുണ്ട് അവർ. ഞാൻ ബേസിക്കലി തൈക്കോണ്ടോയാണ് ചെയ്തിട്ടുള്ളത്. 11 വർഷമായിട്ട് തൈക്കോണ്ടോ ചെയ്യുന്നുണ്ട്. സ്കൂളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മാമിൻ്റെ സ്റ്റുഡൻ്റാണ്. തൈക്കോണ്ടോ ചെയ്തുകൊണ്ടിരിക്കെ തന്നെയാണ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ്റെയും കുടുംബശ്രീയുടെയും ആഭിമുഖ്യത്തിലുള്ള ധീരം പ്രോജക്റ്റിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അതിൽ പങ്കെടുത്തു. ഇപ്പോൾ 28 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു ആ ടൈമിൽ.
അതിനുശേഷം ഒരു ജില്ലയിൽ 30 പേരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ട്രെയിനിങ് ചെയ്തു കൊടുക്കും. ജില്ലയിൽ 27 പേരാണ് പരിശീലനം പൂർത്തിയാക്കി വരുന്നത്. കാരണം 30-ന് പുറത്ത് ആൾക്കാരുണ്ടെങ്കിൽ കൊഴിഞ്ഞുപോക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. ജില്ലയിൽ ആഴ്ചയിൽ 2 ദിവസം ശനി ഞായർ ദിവസങ്ങളിലാണ് പരിശീലനം കൊടുക്കുന്നത്. 2 മേഖലകളിലായിട്ട് കൊല്ലം മേഖലയിലുള്ളവർക്ക് കൊല്ലത്തെ കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റേ ഹോം ഉണ്ട്. അവിടെ വെച്ചാണ് ഒരു ബാച്ച് പരിശീലനം കൊടുക്കുന്നത്. കിഴക്കൻ മേഖലയിലുള്ളവർക്ക് കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ വെച്ചാണ് പരിശീലനം കൊടുക്കുന്നത്. അപ്പം ഒരു ബാച്ചിന് ശനിയാഴ്ച ദിവസവും അടുത്ത ബാച്ചിന് ഞായറാഴ്ച ദിവസവുമാണ് കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് മാർച്ച് മാസം അവസാനിക്കുന്ന ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ ദിവസങ്ങൾ കൂടുതൽ പരിശീലനം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 ദിവസവും കൊടുക്കുന്നുണ്ട്. അപ്പം കിഴക്കൻ മേഖലയിൽ ഇപ്പോൾ കടയ്ക്കലാണെങ്കിൽ കൊല്ലം മേഖലയിലുള്ള ആൾക്കാരും കൂടെ കടയ്ക്കലേക്ക് പോകും. രണ്ടാമത്തെ ഞായറാഴ്ച ദിവസം തിരിച്ച് ഇങ്ങോട്ടും വരുന്നൊരു രീതിയിലാണ്. അടുത്ത ലെവല് കുടുംബശ്രീയുടെ സംസ്ഥാന മിഷൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ളൊരു നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ കുടുംബശ്രീയുടെ അയൽക്കൂട്ട അംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കും ഈ ഒരു പരിശീലനം താല്പര്യമുള്ള മുഴുവൻ ആൾക്കാർക്കും പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ ഒരു മൈക്രോ സംരംഭ ഗ്രൂപ്പായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇവർക്കൊരു വരുമാനദായക പ്രവർത്തനങ്ങളും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് നേടിയെടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ധീര പ്രോജക്റ്റിനെ പറ്റി എൻ്റെ അനിയത്തിയുടെ കൂട്ടുകാരിയാണ് മീതു എന്ന് പറഞ്ഞ മാം. അപ്പം മീതു മാമാണ് വിളിച്ചിങ്ങോട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു അവസരമുണ്ട്, വരാൻ താല്പര്യമുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ സിസ്റ്റർ തൈക്കൊണ്ടോ പഠിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വരണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ അന്ന് വീട്ടുകാരെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷേ ആദ്യം സ്റ്റാർട്ടിങ് ഞാൻ വന്നപ്പോൾ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര എന്താ പറയുക ഒരു ഷെയിം കണക്ക്. എനിക്ക് മാത്രമേ വണ്ണമുള്ളൂ, ബാക്കി എല്ലാവരും മെലിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പിന്നെ അങ്ങോട്ട് ചെയ്ത് വന്നപ്പോൾ അതെല്ലാം മാറി. ഇപ്പം ഞാനെല്ലാം ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരിപ്പോൾ ഞാൻ എല്ലാവരും ഇപ്പം ചോദിക്കും നീ എങ്ങനെ ചെയ്യുന്നത്, എനിക്ക് നല്ല വണ്ണം ഉണ്ടല്ലോ അങ്ങനെ. ഞാൻ പറയും അത് നിങ്ങൾ ആദ്യം ഇതാവുക, നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറയും. പക്ഷെ അങ്ങനെ ആവരുത്, നിങ്ങൾ ചെയ്ത് വന്നാലേ നിങ്ങൾക്ക് ഇപ്പം. പക്ഷേ എനിക്ക് ഇപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും എനിക്ക് പറയാം, എനിക്ക് പ്രതികരിച്ച് നിൽക്കാൻ പറ്റും. മറ്റേത് ഞാൻ പേടിച്ച് മാറി നിൽക്കുമോ, വണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കൊരു പേടി ഉണ്ടായിരുന്നുള്ളിൽ തന്നെ. പക്ഷേ ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം ഞാൻ ഓപ്പണിൽ എല്ലാം പറയും. എല്ലാം എൻ്റെ അടുത്ത് എന്തൊക്കെ പറയുന്നു, ജമ്പ് പറയുന്നു, റൺ പറയുന്നു, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. കിക്കായാലും ബ്ലോക്കായാലും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങളൊന്ന് പഠിക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങളും പഠിക്കണം, മറ്റുള്ളവരും പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ആ രീതിയിലാണ് ഇപ്പം പോകുന്നത് ഞാൻ. നമുക്ക് അയൽക്കൂട്ട അംഗങ്ങളെയാണ് സാറിന് നമുക്കറിയാമല്ലോ, സ്കൂളുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആയോധന കലകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നമ്മുടെ വനിതകൾക്ക് സ്വയം പ്രതിരോധ പരിശീലനം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളും അതുപോലെ തന്നെ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളും. നമുക്കറിയാം കുടുംബശ്രീ 98-ൽ ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷം അതിലുള്ള അംഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല പ്രായം ചെന്നിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവത്വത്തിൻ്റെ ഒരു ശേഷി കൂടി നമ്മുടെ സമൂഹത്തിനും കിട്ടണം. അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കേരളത്തിലിപ്പം കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളോടൊപ്പം തന്നെ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പും രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം മുൻപോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പരിശീലകരായിട്ട് വന്നിട്ടുള്ളവരിൽ നല്ലൊരു ശതമാനവും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളാണ്. അപ്പം ഒരു ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരെ നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. എൻ്റെ പേര് അജിത. ഞാൻ കരവളൂർ പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. അതായത് ഞാൻ 14 വർഷം കൊണ്ട് തെങ്ങേയറ്റ തൊഴിലാളിയാണ്. അപ്പോൾ എനിക്ക് കരാട്ടെ കുഞ്ഞുനാൾ തൊട്ടേ കരാട്ടെ പഠിക്കാനൊരു താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അതിനുള്ള സാഹചര്യമൊന്നും എത്തിയില്ല. പക്ഷേ കരാട്ടെ ആദ്യമായിട്ട് അല്ലാതെ ഈ പഠിക്കാൻ പോകുന്നതിനെല്ലാം സാമ്പത്തികപരമായിട്ട് എത്താത്ത പലരും പോകാൻ പറ്റാതെ അങ്ങനൊരു സാഹചര്യമാണ്. കാര്യം വെച്ചാൽ നല്ല വരുമാനം കൊടുത്ത് പഠിക്കുന്നവരൊക്കെയാണ് ബ്ലാക്ക് ബെൽറ്റൊക്കെ എടുത്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കുടുംബശ്രീ വഴിയായിട്ട് ഇങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. കരാട്ടെക്കുറിച്ചൊരു ട്രെയിനിങ് ഉണ്ടെന്ന് അറിഞ്ഞത്. അത് നമുക്ക് 1 രൂപ പോലും നമുക്ക് ചിലവില്ല, ഇങ്ങോട്ടായിട്ട് നമുക്ക് വണ്ടിക്കൂലി തന്ന് തന്നെ നമ്മളെ വിളിക്കുന്നതാണെന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും നല്ലത് പഠിക്കാനെന്നുള്ളൊരു ആഗ്രഹം തോന്നി. കടയ്ക്കൽ പഞ്ചായത്ത് ഹോളിൻ്റെ മേളിലാണ് ട്രെയിനിങ് നടക്കുന്നത്. എല്ലാ ആഴ്ചയും ശനിയാഴ്ച അവിടെ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. ഇതുവരെ മുടങ്ങാതെ പോവുകയും നമുക്ക് പല ശരീര വഴക്കത്തിന് വേണ്ടിയുള്ള കരാട്ടയിൽ ഓരോ ഭാഗങ്ങളും പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഭംഗിയായി തന്നെയാണ് അവർ പഠിപ്പിക്കുന്ന മിസ്സുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ സ്ത്രീകൾ പല സമയത്ത് ഓരോ കാര്യത്തിനും പുറകോട്ട് നിൽക്കുന്ന സ്ഥാനത്ത് നമ്മൾ സ്ത്രീകളിൽ നിന്ന് മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യവും അവർക്ക് സ്വയം സുരക്ഷ ഒരുക്കുവാനും പല ഭാഗങ്ങളിൽ അവർ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ ജോലിയെ സംബന്ധിച്ചാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെയാണ് പോയി തെങ്ങേറ്റം കഴിഞ്ഞ് ചിലപ്പോഴൊക്കെ ഈ കൊല്ലം കരുനാഗപ്പള്ളി ഓച്ചിറ കായംകുളം ഇങ്ങനെ ദൂരെയൊക്കെയാണ് പോയി ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് ഞാൻ വരുമ്പോൾ ചിലപ്പോൾ രാത്രി 8:30-9 മണിയൊക്കെ. അപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് അറിയാവുന്ന കാര്യങ്ങളാണ്. പല സ്ത്രീകളും എന്തെങ്കിലും അവരെ നേരെ അട്രാക്ട് ചെയ്യാൻ വരുമ്പോൾ അവർ പെട്ടെന്ന് ബോധം അതുപോലെ പെട്ടെന്ന് ഭയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഏറ്റവും സ്വയം രക്ഷയ്ക്ക് പറ്റുന്നൊരു കാര്യമാണ് ഈ കരാട്ടയിൽ. അതിൽ ഞാനും ചെയ്യുന്നുണ്ട്. വീട്ടിൽ എൻ്റെ പിള്ളേരെല്ലാവരും ഇതിന് സപ്പോർട്ടാണ്. പക്ഷേ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് പലരോടും, ഇത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നൊരു കാര്യമാണ്, സ്ത്രീകളെല്ലാം പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളനുസരിച്ച് നമുക്ക് എത്രത്തോളം പഠിക്കാമോ അത് പഠിക്കാനും പറ്റുന്ന കാര്യമാണ്.
സമൂഹത്തിൽ ഇന്ന് നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു വിലയും ഇന്ന് ഞാൻ തെങ്ങേറ്റം മാത്രമല്ല കരാട്ടയ്ക്കും കൂടെ പോകുന്നറിയുമ്പോൾ എല്ലാവരും എന്നോട് പ്രത്യേകിച്ചൊരു ബഹുമാനത്തോടെ ആ കരാട്ടയും കൊണ്ടുണ്ടല്ലേ അപ്പം നിന്നോട് നിന്ന് സംസാരിക്കുന്നതിന് ഇച്ചിരി അകലം പാലിക്കണമെന്നൊക്കെ തമാശയ്ക്കൊക്കെ ജോക്ക് പറയുന്നവർ വരെ ഉണ്ടെങ്കിലും അത് ഒരു സന്തോഷമായ കാര്യമാണ്. ബാക്കി പഠിച്ചെടുക്കണമെന്ന് എനിക്ക് ഒത്തിരി താല്പര്യമുണ്ട്. ഇനിയും പുറകോട്ട് മാറി ഭയത്തോടെ നിൽക്കുന്ന സ്ത്രീകൾ മുന്നോട്ട് വരണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഇത് പഠിച്ചിട്ട് കുഞ്ഞുനാൾ തൊട്ടേ ഇത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പം നമ്മൾ ഇത്രയും എത്തിയ സ്ഥിതിക്ക് എങ്കിലും നമുക്ക് പഠിച്ചെടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഏകദേശമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ദിവസം എത്ര പിന്നെ രാവിലെ ഇറങ്ങിയിട്ട് എത്ര തെങ്ങൊക്കെ കയറേണ്ടി വരും? അത് അങ്ങനെയല്ല, നമ്മുടെ സമയം അനുസരിച്ചാണ്. ഒരു തെങ്ങിന് ഇത്ര രൂപയെന്നാണ് നമുക്ക് റേറ്റ്. അത് നമ്മുടെ ആരോഗ്യം അനുസരിച്ച് നമ്മൾ എത്ര ചെയ്യാമോ അതനുസരിച്ച്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് ഇന്നിപ്പോൾ നമുക്ക് 1000 മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് പോവാം. 2000 മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തികം നമുക്ക് ആദ്യ സമയങ്ങളിലേക്കാണെങ്കിൽ 30 രൂപ സമയമായിരുന്നു. ആ സമയത്തൊക്കെ നമുക്കാണെങ്കിൽ കാശ് കിട്ടിക്കഴിഞ്ഞ് നമ്മുടെ ഇപ്പോൾ എൻ്റെ മോനാണെങ്കിൽ ഇപ്പോൾ MBAക്ക് അതായത് PG കഴിഞ്ഞിട്ട് ജോലിയോടുകൂടി MBAക്ക് ബാംഗ്ലൂർ പഠിക്കുകയാണ്. ഇതിനൊന്നും ആ ഭാഗത്ത് എത്തും എന്നൊരു സാഹചര്യം പോലും എനിക്കില്ലാത്തൊരു വ്യക്തിയാണ്. എന്നെക്കുറിച്ച് അറിയാവുന്നവർക്ക് അത്രമാത്രം അറിയാം. കാര്യം വെച്ചാൽ 16 വർഷമാണ് ഞാൻ വാടകയ്ക്ക് താമസിച്ച് ഒക്കെ എത്തിയത്. എന്നാൽ ഇന്ന് എൻ്റെ മൂത്ത മോൻ അവിടെ എത്താനും ഇളയ മോനിന്ന് ഡിപ്ലോമയ്ക്ക് ITM പാസ്സായിട്ട് നാഗർകോവിലെത്താനും ഒക്കെ ഈ ഒരു വരുമാനം ഏറ്റവും വലിയൊരു ഉപകരണം. ഈ തെങ്ങേറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആദ്യ സമയങ്ങളിൽ 2011 ഇറങ്ങുന്ന സമയത്ത് സ്ത്രീകൾ പോലും നമ്മളെ ഒന്നാമത്തെ കാര്യം നമ്മൾ സ്ത്രീകൾ മുന്നോട്ട് വെക്കുന്ന കാല് പുറകോട്ട് വലിക്കുക സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്കൊരു തടസ്സമായി നിൽക്കുന്നത്, അല്ലാതെ ആരുമല്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പിന്നെ എന്തുവാ പറയുന്നത് മുന്നോട്ട് വെക്കുന്ന നമ്മൾ ആ ഉയർച്ചയിലേക്ക് അവർ തടസ്സപ്പെടും. ഇതിന് ഇറങ്ങേണ്ട കാര്യമുണ്ടോ, നാണക്കേടല്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേങ്കിലും അതെല്ലാം തരണം ചെയ്ത് ഞാൻ 2011 ഇറങ്ങി 14 വർഷത്തിൽ ഇപ്പോൾ സ്വന്തമായിട്ട് വീട് വെക്കാനും വസ്തു വാങ്ങിക്കാനും കുഞ്ഞുങ്ങളെ ഇവിടെ എത്തിക്കാനും എല്ലാം നല്ലൊരു വരുമാനം. അത് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെക്കാളും മികച്ചതായിട്ട് പഠിക്കണോ, അതിലുള്ള സാമ്പത്തികം നമുക്ക് വേണോ, ഇതൊക്കെ വേണം നമ്മൾ തീരുമാനിക്കുന്നതനുസരിച്ച് നമ്മൾ ചെയ്യാം. നമുക്കിപ്പം 10 രൂപ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം. പക്ഷേ നല്ല ഒരു ശരീരത്തിന് ഭയങ്കര കഷ്ടപ്പെട്ടൊരു പണിയാണ് തെങ്ങേറ്റം എന്ന് പറയുന്നത്. കാര്യം ചിലയിടത്തൊക്കെ ആണെങ്കിൽ ഹൈറ്റ് എല്ലായിടും ഒരുപോലെയല്ല. ചില കടൽ തീരം കായൽ തീരം ഒക്കെ ആണെങ്കിൽ തെങ്ങ് ചരിഞ്ഞായിരിക്കും കിടക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ കിടന്നാണ് തേങ്ങാക്കൊല മുതുകിൽ എറിയണം, വെള്ളത്തിൽ പോകാത്ത രീതിയിൽ. ഇപ്പം ഞാൻ 14 വർഷമായപ്പോഴത്തേനും ഇപ്പം എനിക്ക് ഉറക്കത്തിലായാലും മെഷീനിൻ്റെ കാലിട്ടാൽ ഞാൻ കയറി പോകും. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇതായിപ്പോയി. പക്ഷേ ആദ്യം പഠിക്കുന്നവർക്കൊക്കെ ഒരു ഭയമാണ്. പിന്നെ ഈ പരുന്തിൻ്റെ ശല്യം ഭയങ്കര ഒരു ഇതാണ്. ഓച്ചിറയ്ക്കല കാണണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ 3 ഇരട്ടി ഹൈറ്റ് ഉണ്ട് ഓച്ചിറ തെങ്ങിനൊക്കെ. അതൊക്കെ 2 എളുപ്പം നിന്നൊക്കെ വന്നു. പിന്നെ ഇപ്പം എനിക്ക് ഉയരങ്ങളിൽ പോകുന്ന ഇഷ്ടം, കാണാൻ നല്ല ഭംഗിയാണ്. ഏറ്റവും ഉയരങ്ങളിൽ പോയ സ്വന്തം വീട് മുറ്റത്ത് നിൽക്കുന്ന ആ ഒരു ഭയങ്കര ഹൈറ്റുള്ള തെങ്ങ്, അതിൻ്റെ മണ്ടയിൽ കയറി നിന്നിട്ട് ഞാൻ കടൽ കണ്ടു. ആ വീട്ടുകാരോട് പറഞ്ഞു നിങ്ങളുടെ തെങ്ങിൻ്റെ മണ്ടയിരുന്നാൽ കടൽ കാണാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിതുവരെ കണ്ടില്ല, നമ്മുടെ കയറി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു സന്തോഷമാണ്. എങ്കിലും ഇനി ഇത്രയും കൂടെ ചെയ്തിട്ട് ആ ഒരു മേഖലയിലേക്ക് സ്ത്രീകൾ വരുന്നതും എനിക്ക് നല്ല കാര്യം തന്നെ. അതിൻ്റെ കൂടെ ട്രാക്ടർ, ടില്ലർ, ഗ്രാസ് കട്ടിങ് ഇതിൻ്റെയൊക്കെ വർക്കുണ്ട്. ട്രാക്ടർ ഓടിക്കുന്നുണ്ട്. കൃഷി ഓഫീസിൻ്റെ നമ്മുടെ ഇതുകൊണ്ട് എനിക്കുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ കരാട്ടെ ഫുള്ളായിട്ട് പഠിച്ചെടുക്കണം. അവർ ബ്ലാക്ക് ബെൽറ്റിൽ ഞാൻ നിർത്തത്തില്ല. അവരെത്രത്തോളം പഠിപ്പിക്കുന്നോ അതുപോലെ തന്നെ ആഴ്ചയുടെ പഠിക്കും. ഒരു ഹെവി എടുക്കണം. ഹെവി എടുത്ത് എനിക്ക് ഇച്ചിരി കൂടെ ഏജ് ഉണ്ട്. KSRTCയിലൊക്കെ നോക്കണം എന്നൊക്കെയാണ് ചെയ്യുന്നത്. എങ്കിലും വളരെ സന്തോഷമുണ്ട് ഈ ഒരു കരാട്ടയിൽ. നല്ല ഒരു ഉത്തേജകമാണ് ശരീരത്തിന്. നമ്മൾ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് നമ്മൾ തളർന്നു പോയാൽ പോയി. പക്ഷേ നമുക്കുള്ള ശരീരം ഈ പലരും പറഞ്ഞിട്ടില്ല 40 വയസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് ചെറുപ്പം തുടങ്ങുന്നത്. ആ ഒരു ഭാഗത്തിലേക്ക് കൊണ്ടുവരുവാണ്. പരിശീലനത്തിൽ ആദ്യമൊക്കെ 50 വയസ്സ് പ്രായമുള്ള ആൾ വരെ നമ്മളോടൊപ്പം പഠിക്കുന്നുണ്ട്. അത് 50 വയസ്സ് പ്രായമുള്ള ആൾ പഠിപ്പിക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ടല്ല. നമ്മുടെ കുടുംബശ്രീയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഷോർട്ട് സ്റ്റേ ഹോം ഉണ്ടല്ലോ, സ്നേഹിത ജനറൽ ഹെൽപ്പ് ഡെസ്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സെൻറ്ററിലെ സെക്യൂരിറ്റി സ്റ്റാഫായിട്ടുള്ള ആൾ, പ്രായം ഉള്ള ആളുണ്ട്. അവരൊക്കെ അനായാസം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ടെക്നിക്സ് അവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. പിന്നെ ഈ ആരോഗ്യപരമായിട്ട് ഇപ്പം വണ്ണം കൂടിപ്പോയി അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോന്നൽ അതൊന്നും ഇല്ല. കാരണം അതൊക്കെ ഇവിടെ തെളിയിച്ച് കഴിഞ്ഞു. അനായാസം അവർക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന് പൊതുവെ വീടുകളിൽ നിന്ന് ഇറങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരുമല്ലോ, അങ്ങനെ ഒരു മാസ്റ്റർ പരിശീലകരായിട്ട് നമുക്കിപ്പം താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്ന സമയത്ത് താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ കുടുംബത്തൊരു സാഹചര്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള കരാട്ടെ പോലുള്ള പരിശീലന പരിപാടിയിലേക്ക് പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് സമൂഹം ആ തരത്തിലേക്ക് അതിനെ ഒന്നും ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് മാറിയിട്ടില്ല. ക്രമേണ അതിനകത്തൊക്കെ ഒരു വലിയ മാറ്റം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഉണ്ട്, ശ്രീ വിമൽചന്ദ്രൻ സാറ്, ADMC ഉന്മേഷ് സാറ്. ഇവർ രണ്ടുപേരും ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ജില്ലയിലെ പരിശീലനം കൊണ്ടുപോകുന്നുണ്ട്.